ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയണത്. അപ്പോൾ ആദ്യം തന്നെ കാണിച്ചത് അന്ന് റിനീഷ് നടത്തിയ ടാസ്കിൽ ജയിച്ച ആൾക്കാർക്ക് കിട്ടിയ ബാഡ്ജ് തട്ടിപ്പറിക്കില്ലേ. അത് അനീഷ് കുറേ ഷാനവാസിൻ്റെ പിന്നാലെ നടന്നപ്പം ഷാനവാസ് നേരിട്ട് വേറെ ആൾക്ക് കൊടുത്തു. അങ്ങനെ അത് അക്ബർ തട്ടിപ്പറിച്ചെടുത്ത് അക്ബറിന് കിട്ടി. അപ്പോൾ അനീഷിന് ദേഷ്യം വരുന്നുണ്ട്. അവിടെ ഇതെന്ത് നാരേ കളിയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻ ആവാൻ താല്പര്യമില്ലാത്തവർക്ക് ഷേവിങ് ക്രീം തേക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ക്യാപ്റ്റൻ എല്ലാവർക്കും അനീഷിന് അപ്പം തന്നെ ദേഷ്യം. അനീഷ് വെറുപ്പിക്കുന്നുണ്ട് പരമാവധി. അനീഷ് 4 വർഷം 5 വർഷം കിട്ടെ ബിഗ് ബോസിനെ പറ്റി പഠിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നത് ഭയങ്കര സത്യമായ കാര്യമാണ്. കാരണം അനീഷിൻ്റെ വലയിൽ ഇവരെല്ലാവരും വീണു. അനീഷ് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, അതിനെ അവർ ഏറ്റെടുത്ത് പിന്നെ അതിനെ പറ്റിയിട്ടുള്ള തർക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെയിം സീസൺ 2 പോലെ രജിത് സാറിന് കൂട്ടമായി ആക്രമിക്കുന്ന പോലെ ഇവിടെ ആക്രമണം അങ്ങനെയില്ല. അനീഷ് ഒരു കാര്യം പറഞ്ഞു, അതിനെ എതിർത്ത് മറ്റുള്ളവർ പറയുന്നു. പക്ഷേ ആ റിയാക്ഷനാണ് അവിടെ കൂടുതൽ നടക്കുന്നത്. പിന്നെ അനീഷ് മിണ്ടാതെ നടക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അനീഷ് മുകളിൽ കയറി വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഷേവിങ് ക്രീം തേച്ചപ്പോൾ ബിഗ് ബോസ് ചുവട് മാറ്റി. ബിഗ് ബോസ് പറഞ്ഞു ഏറ്റവും കൂടുതൽ കിട്ടിയ ആളാണ് ക്യാപ്റ്റൻ. അപ്പോൾ ഇവർ പെട്ടുപോയി. കാരണം അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്യാൻ ഇവർക്ക് ഏറ്റവും ഇഷ്ടം. ആ അനീഷിന് നോമിനേഷനിൽ കിട്ടിയില്ല. അനീഷ് ഫസ്റ്റ് വീക്കിൽ തന്നെ പോകുമെന്നും വിചാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ക്യാപ്റ്റൻ അനീഷ് ആയതുകൊണ്ട് നോമിനേഷനിൽ അനീഷിനെ പറയാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാവരും വേറെ വേറെ ആൾക്കാരെ പറഞ്ഞ് 2-4 പേരൊഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് രേണുവിൻ്റെ തലവേദനയാണ്. രേണു തലവേദനയെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അനീഷ് അത് സീരിയസ് ആയി എടുക്കുകയും ബിഗ് ബോസിനോട് മെഡിക്കൽ എമർജൻസി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഷാനവാസിനും സെയിം ടൈം തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജെനുവിനായിട്ട് തോന്നിയില്ല എന്ന് അനീഷ് പറഞ്ഞതുകൊണ്ട് ബാക്കി എല്ലാവരും അനീഷിൻ്റെ പുറകെ. അതെന്തുകൊണ്ട് ഷാനവാസിൻ്റെ തോന്നിയില്ല, എന്തുകൊണ്ട് രേണുവിനെ മാത്രം, അത് പറ്റില്ല, ഒരു ക്യാപ്റ്റൻ ഇങ്ങനെയാണ് ആവേണ്ടത്. അനീഷിനെ പുറകെ നടന്ന എല്ലാവരും ദേഷ്യപ്പെടും. അപ്പോൾ അനീഷാരത്തും അഭിഷേകും പിന്നാലെ അതിൻ്റെ ഇടയിൽ രേണും അഭിഷേകും തമ്മിൽ വലിയ അടിയേറി. അഭിഷേക് നിനക്ക് തലവേദന ഇല്ല, ഇത് കള്ളത്തരമാണ്, ഇത് അപ്പാനി ശരത്തും പറയുന്നുണ്ട്. ഇവരെന്താണെന്ന് വിചാരിച്ചേക്കണമെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരാളെ ടാർഗറ്റ് ചെയ്ത് അയാളെ പറഞ്ഞയച്ചിട്ട് പിന്നെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ഒപ്പം കളിക്കാമെന്ന് വിചാരിച്ചിട്ടാവും. പക്ഷേ ബിഗ് ബോസിൽ അങ്ങനെ നടക്കില്ല. എല്ലാവരും പരസ്പരം കളിക്കണം, എന്നാലല്ലേ. ഇതിപ്പോൾ അനീഷിനെ എല്ലാവരും ഹീറോ ആക്കുന്ന ലക്ഷണമുണ്ട്. അനീഷ് ബിഗ് ബോസ് നന്നായി പഠിച്ചു വന്നതുകൊണ്ട് തന്നെ അനീഷിനെ മുന്നിലെത്താനുള്ള എല്ലാ കഴിവും ഉണ്ട്. അഭിഷേകാണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പാനി ശരത്തും അതിൻ്റെ ഒപ്പമുണ്ട്. അക്ബറിന് അത്ര ദേഷ്യം വരുന്ന പ്രകൃതിയല്ല. പക്ഷേ ഇവിടെ നമ്മുടെ സ്വരം കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഷാനവാസും അതെ. പക്ഷെ ഷാനവാസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കളി മനസ്സിലാക്കിയിട്ട് അനീഷിനെ മാത്രം അങ്ങനെ ടാർഗറ്റ് ചെയ്യണില്ല. ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഇടയ്ക്കൊന്ന് ബാക്കിലേക്ക് ആവുന്നുണ്ട്. ഇത് ശരിക്കും കളി മനസ്സിലാക്കിയത് അനുമോള്, മുൻഷി, രഞ്ജിത്തിനൊക്കെ കളി ശരിക്കും മനസ്സിലായി. അനുമോള് പറയണ്ടേ എന്തിനാ നിങ്ങൾ അയാളുടെ പിന്നാലെ നടക്കണേ, അയാൾ ക്യാപ്റ്റൻ ആയപ്പോൾ ടീം തിരിച്ചതൊക്കെ അടിപൊളിയായിരുന്നു, എന്തിനാണ് അയാളാണ് ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ്, അയാൾ പോയാൽ പിന്നെ ഇവിടെ കണ്ടന്റ് ഇല്ലാത്ത രീതിയിലാവും. പക്ഷെ ഇവർ വിചാരിക്കണം അനീഷിനെ പുറത്തുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അനീഷ് ഔട്ടാവില്ല. എന്തായാലും ഇനി ഈ വീക്ക് അനീഷ് ഔട്ടാവില്ല. അപ്പം എല്ലാവർക്കും കുറച്ച് പേർക്ക് ഇപ്പോഴും കളി മനസ്സിലായിട്ടില്ല. അനീഷ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ വീണിട്ട് അനീഷിനെ എതിർക്കുന്നതാണ് ഗെയിമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്നവരുമുണ്ട്. പക്ഷെ അനീഷ് ഇതുപോലെ ഗെയിം അരച്ച് കലക്കി കുടിച്ച ആരും അവിടെ ഇല്ല കേട്ടോ. അഭിഷേകൊക്കെ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. കാരണം പൊട്ടിത്തെറി മാത്രമേ ഉള്ളൂ. അഭിഷേക് കളി അറിഞ്ഞ് കളിക്കുന്നൊന്നുമില്ല. പിന്നെ രേണുസുധിയും കുറേ കാലം നിൽക്കാൻ സാധ്യതയുണ്ട്. രേണുസുധിക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. പുറത്ത് നെഗറ്റീവായി വന്ന രേണുസുധിയെ വീടിനുള്ളിൽ വെച്ച് ടാർഗറ്റ് ചെയ്താൽ രേണുസുധിക്ക് അത് പോസിറ്റീവായി മാറും. അത് ഇവർക്ക് മനസ്സിലാവില്ല. അപ്പാനി ശരത്തൊക്കെ രേണുസുധിനെ എതിർക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. പിന്നെ പറയാനുള്ളത് കൂട്ടം കൂടി പരദൂഷണം പറഞ്ഞ ആരെ പറ്റിയാണ് പറയുന്നത് അവർക്ക് പോസിറ്റീവ് ആവാനും പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് ആവാനും സാധ്യതയല്ല, അത് ഉറപ്പാണ്. കാരണം ഇത് സീസൺ 7 എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. ഇത്രയും കണ്ട് പഠിച്ച് വന്നിട്ടും അവർക്ക് എന്താ കാര്യങ്ങൾ മനസ്സിലാവാത്തെന്നുള്ളതിൽ അത്ഭുതമുണ്ട്. കാരണം ഇതിപ്പോൾ ജിൻഡോ ഈ സ്ട്രാറ്റജി ഇറക്കിയിരുന്നു. ആദ്യം വെറുപ്പിച്ചിട്ട് പിന്നെ ഒറ്റപ്പെട്ട് പിന്നെ സിമ്പതി കിട്ടുമ്പോൾ അവർ ജയിക്കാൻ എത്ര നല്ലപോലെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് അനീഷിൻ്റെ ചില സംസാരവും ചിരിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് ആൾ ഇപ്പോൾ നെഗറ്റീവായി നിന്നാലും കുറച്ച് കഴിഞ്ഞ ആൾ ഉയർന്നു വരും. അപ്പോൾ അനീഷ് അവസാനം വരെ കഴിഞ്ഞ പ്രാവശ്യം രതീഷ് അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് വന്നത്. പക്ഷേ രതീഷിനെ ആദ്യം തന്നെ എല്ലാവരും ചേർന്ന് ഔട്ടാക്കി. അതുകൊണ്ട് ഇപ്രാവശ്യം ബിഗ് ബോസും ഒന്ന് അറിഞ്ഞ് കളിച്ച് അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ വീക്കിൽ അനീഷ് പോയാൽ പിന്നെ ആ ബിഗ് ബോസിൽ എല്ലാവരും ഇത്തിരി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് അഭിഷേകും രേണുസുധി മാത്രമാണ് ഇത്തിരി പൊട്ടിത്തെറിക്കുന്ന ആൾക്കാർ. പിന്നെ രാവിലെ ഉണ്ടായിരുന്നത് ഗുഡ് മോർണിംഗ്, അത് അനീഷിൻ്റെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ സുപ്രഭാതം മാത്രമേ പറയൂ. അപ്പോൾ ആദില നൂർ അതിൽ
ദേഷ്യപ്പെട്ടിട്ട് ഞാൻ അതെന്താ ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഞങ്ങൾ ഗുഡ് മോർണിംഗ് മാത്രമേ പറയൂ. അങ്ങനെ അനീഷ് പറയുന്നത് ചെറിയ കാര്യം, ആ ചെറിയ കാര്യത്തെ പറഞ്ഞിട്ട് അനീഷ് അങ്ങോട്ട് പോകുന്നുണ്ട്, അത് നടക്കും. പക്ഷേ പിന്നെ അതിൻ്റെ പിന്നാലെ ഇവർക്കത് ദേഷ്യം വരികയാണ്. ഇവർക്ക് അറിയാമെങ്കിലും ഇവർക്ക് കൺട്രോൾ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അപ്പാനി ശരത്തിനൊക്കെ അറിയാം. അപ്പാനി ശരത്ത് ഇടയ്ക്ക് പറയുന്നുണ്ട്, നമുക്ക് ഇവരിനെ തുരത്തി ഓടിച്ചിട്ട് വേണം നമുക്ക് ഇനി കളിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ടും അവർ എതിർത്ത് അവർ ശബ്ദം ഇതാക്കണത് അവിടെ കുറച്ചെങ്കിലും ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ ഔട്ടായി പോകുമെന്നുള്ള കാരണം കൊണ്ടാകും. അക്ബറൊക്കെ വെറുതെ ശബ്ദം ഉയർത്തുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്നതിന് പകരം ഇവരെല്ലാവരും കൂടി അനീഷിനെ ടാർഗറ്റ് ചെയ്യാണ്. ഇത് വളരെയധികം മറ്റുള്ളവരുടെ ഗെയിമിനെ ബാധിക്കും. അനുമോൾക്ക് കാര്യം മനസ്സിലായതിൻ്റെ ഷൈക്ക് ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അടി, പിന്നെ ഒരു അണ്ടർവെയറിൻ്റെ കാര്യത്തിൽ പ്രശ്നം, അങ്ങനെ എല്ലാ കാര്യത്തിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവർ അടി. പക്ഷെ രസമാണ്, കണ്ടിരിക്കാൻ രസമുണ്ട്, നമുക്ക് കണ്ടിരിക്കാൻ രസം തോന്നും. പക്ഷേ ഇതിലിപ്പോൾ നന്നായി ഗെയിമിന് ഇറങ്ങുന്നവർ പോലും അനീഷിൻ്റെ ട്രാപ്പിൽ പെട്ടിട്ട് ഗെയിം കളിക്കാൻ പറ്റാത്ത രീതിയിൽ നെഗറ്റീവ് അടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ബിഗ് ബോസിനെ നമുക്ക് ലൈവിൽ കണ്ടാൽ കൂടുതൽ അറിയാൻ പറ്റും എന്തൊക്കെയാണെന്ന് നോക്കാം.